പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കേൾവിക്കാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും ദൈവവചനം ധ്യാനിപ്പാനും ദൈവമാണ് നമുക്ക് അവസരങ്ങൾ നൽകി തന്നത്. ഈ അവസരങ്ങളെ ഏറ്റവും വിലയുള്ളതായിട്ട് നമുക്ക് കണക്കാക്കി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. ഇന്നു മുതൽ ഒരു പുതിയ സീരീസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് ദൈവവചനം പേടിക്കുമ്പോൾ വായിക്കാനായിട്ടുള്ള ഒരു പുസ്തകമാണ്. വേറെ ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ എടുത്ത് വായിച്ചിട്ട് അങ്ങനെ പോകാനുള്ള. വേറെ ചിലർക്ക് അതിനകത്തുനിന്നുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ളതാണ്. വേറെ ചിലർക്കെന്ന് പറയുന്നത് ബൈബിള് വായിച്ച് അതിനകത്തുനിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ളതാണ്. പലർക്കും വ്യത്യസ്തമായ രീതിയിലാണ്. ബൈബിൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് മുതൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ചിന്തകൾക്കകത്ത് ഞാൻ പറയാം, ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കാനുള്ളതാണ്. ബൈബിളിനകത്തെ പല മാതൃകകളും ബൈബിളിനകത്തെ പല തത്വങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. സ്തോത്രം. ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിനകത്ത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ആത്മീക ഗോളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വചനം വളരെ ആപ്ലിക്കബിളാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിന് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കർത്താവ് നമ്മളിലൂടെ ഒരു അത്ഭുതം ചെയ്യുമ്പോൾ, നമുക്കൊരു വിടുതൽ നൽകുമ്പോൾ, നമ്മിലൂടെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള പ്രകൃത്യാതീതമായ ഒരു ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ള ഒരു പ്രധാന ചിന്തയാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലുസ്ത്രയിലെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനെ ബർന്നബാസും പൗലോസും കൂടെ സൗഖ്യമാക്കുന്ന നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അവരാണോ സൗഖ്യമാക്കിയത്? അല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന മൈക്ക് നിങ്ങൾക്ക് നല്ലപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലേ? ഈ മൈക്കിനകത്തൂടെ സന്ദേശം പങ്കുവെക്കുമ്പോൾ ഈ മൈക്ക് ഒരു പ്രേരക ഘടകം മാത്രമാണ്. ഇതിലൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വയറ് ഇവിടെയുള്ള ഒരു സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ ആണ് ആ ശബ്ദം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരിലൂടെ വ്യാപരിച്ചപ്പോഴാണ് ആ മനുഷ്യൻ സൗഖ്യമാകാനിടയായി തീർന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവമക്കളെ. ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ, നമ്മിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ നിശ്ചയമായിട്ടും മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമുക്ക് വരരുത് കേട്ടോ. അങ്ങനെ വന്നാൽ പിന്നെ എന്താ പറയുക, പ്രൈഡ് കയറും, നിഗളം കയറും. പിന്നെ എന്താ പറയുക, നമ്മുടെ ചിന്തകൾ മാറും. ദൈവശബ്ദം വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയാതെ വരും. ആമേൻ. കർത്താവ് പറയുന്ന നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. നമ്മുടെ ചിന്തകളൊക്കെ മറ്റ് ചിലതിലേക്ക് ഫോക്കസ് ആകും. നോക്കിയേ, ചെറിയൊരു ശുശ്രൂഷയല്ല അവരിലൂടെ അവിടെ നടന്നത്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ ലുസ്ത്രയിൽ സൗഖ്യമായപ്പോൾ ഈ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെ അടുത്തേക്ക് പൂമാലകളുമായിട്ട് ആൾക്കാർ വരികയാണ്. അവർ പറയുകയാണ്, ആമേൻ, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുത്ത് ഇറങ്ങി വന്നേക്കുക, ഇവർക്ക് നമുക്ക് യാഗം കഴിക്കാം. പൗലോസ് ശീലാസ് എന്ത് ചെയ്തതെന്ന് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത്, അവർ വസ്ത്രം കീറിക്കൊണ്ട് നിലവിളിച്ചു. നോക്കി ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 14 വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമി സമുദ്രം അവയിലുള്ള സകലവും ഉണ്ടാക്കിയ
ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ ആ അത്ഭുതം അവർ ആമേൻ ചെയ്തത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. 1, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. 2, ആ ദൈവം ചെയ്ത വിടുതൽ മറ്റുള്ളവരോട് പറയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മിലൂടെ, നിങ്ങളിലൂടെ ദൈവനാമം മഹത്വമെടുക്കാൻ ഇടയായിത്തീരും. ആമേൻ. നാളെ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ചിന്ത നമ്മൾ ചിന്തിക്കും. ആമേൻ. ഈ വചനം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പൗലോസ് ബർന്നബാസും പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ, ഞങ്ങളിലൂടെ നടന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ വേണ്ടിയാണ്. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ചെറിയൊരു സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതി, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചത് ഹൃദ്യമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മഹത്വം ബഹുമാനം അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.